തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാനൊരുങ്ങുകയാണ് ഇടതുമുന്നണി. CPI നേതൃയോഗങ്ങൾ നാളെ ചേരും. തെരഞ്ഞെടുപ്പ് പരാജയം യോഗത്തിൽ വിലയിരുത്തും. ചൊവ്വാഴ്ച ഇടതുമുന്നണി യോഗവും ചേരും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ഞെട്ടലിൽ നിന്ന് വിട്ടുമാറാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. വലിയ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു തോൽവി നേരിടേണ്ടി വന്നു എന്നത് പരിശോധിക്കാനൊരുങ്ങുകയാണോ ഇടതുമുന്നണി? തീർച്ചയായും ദിവ്യ, അതായത് ഇക്കാര്യത്തിൽ ഇടതുമുന്നണി പ്രധാനമായും കുറേ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പലതവണ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പയറ്റിയ തന്ത്രങ്ങൾ, ഒപ്പം തന്നെ അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ തന്ത്രങ്ങൾ, ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളിച്ചുണ്ടായ തന്ത്രങ്ങൾ, അതൊക്കെയാണ് നിലവിൽ പരിശോധിക്കാൻ പോകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ വലിയ തരത്തിലുള്ള വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം അടിത്തട്ടിലുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതലായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിലേക്കായിരുന്നു ആ ഘട്ടത്തിൽ ഇടതുമുന്നണി എത്തിയത്. അങ്ങനെ ക്ഷേമ പദ്ധതികൾ കൂടുതൽ പ്രഖ്യാപിക്കുക ഒക്കെ ചെയ്തു. അവസാനം തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലാണ് ഈ ക്ഷേമ പദ്ധതികൾ കൂടുതലായി പ്രഖ്യാപിച്ചത്. പക്ഷേ അതൊന്നും ഗുണം ചെയ്തില്ല. ആ തന്ത്രങ്ങൾ വിലപ്പോയില്ല എന്ന വിലയിരുത്തൽ പ്രാഥമികമായി എന്തായാലും നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അയ്യപ്പ സംഗമം നടത്തിയിരുന്നു. ആ അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഗുണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറം ന്യൂനപക്ഷ വോട്ടുകൾ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള വിലയിരുത്തലൊക്കെ നേതാക്കൾക്ക് നിലവിലുണ്ട്. അതൊക്കെയാണ് നേതൃയോഗങ്ങളിൽ എന്തായാലും പരിശോധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രം ഉയർത്തിയുള്ള പ്രചരണം, അതൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം സൂചന നൽകുന്നത്. എന്തായാലും അക്കാര്യങ്ങളിലുള്ള വിലയിരുത്തലാണ് CPM-ന്റെയും CPI-യുടെയും ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഉണ്ടാകാൻ പോകുന്നത്. നാളെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങളും ചേരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിൽ ഇക്കാര്യത്തിലുള്ളൊരു വിലയിരുത്തൽ ഓരോ പാർട്ടികളും നടത്തും. അതിനുശേഷം മറ്റന്നാൾ ചൊവ്വാഴ്ച ചേരുന്ന LDF യോഗത്തിലാണ് കൂടുതൽ എല്ലാ പാർട്ടികളും ചേർന്നുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ പോവുക. കോട്ടയത്ത് ഉൾപ്പെടെ കേരള കോൺഗ്രസിന് ആ സഹായം ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, തിരിച്ചടി ഉണ്ടായ സാഹചര്യമുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ, പല ഘടകങ്ങൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും എന്തായാലും ഇടതുമുന്നണി പരിശോധിക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം ഭൂരിഭാഗത്തെ കൂടുതൽ അടുപ്പിക്കാൻ എന്നുള്ള നിലയിൽ ആയിരുന്നു അങ്ങനെ ഒരു സംഘവുമായി രംഗത്തെത്തിയത്. പക്ഷേ അത് ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കി. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയുണ്ട്. അതിന് കുടപിടിക്കുന്ന നിലയിലായിരുന്നു CPM-ന്റെ സമീപനം എന്നുള്ള വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നതാണ്. മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ ഒരുമിച്ചാണ് അന്ന് വെള്ളാപ്പള്ളി നടേശൻ അയ്യപ്പ സംഗമത്തിനായി എത്തുകയും ചെയ്തത്. അത് ഒക്കെ ഈ മലബാർ മേഖലകളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ച് ശക്തമായി തന്നെ തിരിച്ചുവരും എന്നാണ് ഇടത് നേതാക്കളുടെ പ്രതികരണം. അപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് മുന്നണി. CPI CPM നേതൃയോഗങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ചേരും. വിശദാംശങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.